മറ്റ് വാർത്തകളിലേക്ക്. രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രവിവാദത്തിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നു. പരിപാടിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ രാജ്ഭവൻ അതൃപ്തി അറിയിച്ചു. സിപിഐഎമ്മും പോഷക സംഘടനകളും ഗവർണർക്കെതിരായ പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ടു പോവുകയാണ്. രാജ്ഭവനിലേക്ക് CITU ഇന്ന് മാർച്ച് നടത്തും. രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്ര വിവാദത്തിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നു. പരിപാടിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ രാജ്ഭവൻ അതൃപ്തി അറിയിച്ചു. സിപിഐഎമ്മും പോഷക സംഘടനകളും ഗവർണർക്കെതിരായ പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ടു പോവുകയാണ്. രാജ്ഭവനിലേക്ക് CITU ഇന്ന് മാർച്ച് നടത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രവിവാദത്തിൽ ഇപ്പോൾ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിൽ ഇറങ്ങിപ്പോയതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വിവരങ്ങൾ. ഭാരതാംബ വിവാദം കത്തിക്കയറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് രാജ്ഭവനിൽ സംഘടിപ്പിച്ച സ്കൗട്ട്സിന്റെ ചടങ്ങിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഇറങ്ങിപ്പോയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും ആ പ്രതിഷേധം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഗവർണർ അറിയിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വാഭാവികമായും ഇത്തരം നടപടിക്രമങ്ങൾ ഒരു പൊതു ചടങ്ങ് നടക്കുമ്പോൾ നേരത്തെ തന്നെ ഗവർണറുടെ APS പറഞ്ഞിരുന്നു, പൊതു ചടങ്ങുകളിൽ പ്രത്യേകിച്ചും രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള സർക്കാർ തലത്തിലുള്ള ചടങ്ങുകളിൽ നിന്നും ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷേ അന്ന് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ചടങ്ങുകളിലേക്ക് കടന്നത്. മാത്രവുമല്ല സ്കൗട്ട്സിലെ ബന്ധപ്പെട്ട ഗൈഡ്സിന്റെ ചുമതലക്കാർ പരിശീലകരൊക്കെ തന്നെ ആ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കത്തിക്കുന്നതും ചന്ദ്രത്തിരി തെളിയിക്കുന്നതും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് ആണ് മന്ത്രി V ശിവൻകുട്ടിയെ വല്ലാതെ ചൊടിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ചതിന് ശേഷം അതൃപ്തി അറിയിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇതാണ് ഗവർണറുടെ ഓഫീസിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകാനാണ് CITUവിന്റെയും CPMന്റെയും ഒക്കെ തീരുമാനം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗവർണർ മുഖ്യമന്ത്രിയുമായി നേരത്തെ തന്നെ ചില ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇത് ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദം ഒരിക്കൽ പോലും ചർച്ചയായിട്ടില്ല. എന്നാൽ ഈ വിവരം നേരിട്ട് ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇന്നലെ മന്ത്രി V ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗവർണറുടെ അധികാര പരിധി എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലായിരിക്കും ഉൾപ്പെടുത്തുക. പിന്നീട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാഠങ്ങളുടെ പുതുക്കുമ്പോഴേക്കും അതിൽ ഉൾപ്പെടുത്തും എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഗവർണറെയും രാജ്ഭവനെയും വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ CPM തയ്യാറെടുക്കുമ്പോൾ CPMന്റെ പോഷക സംഘടനകളായ DYFI 2 ദിവസം മുമ്പ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്നലെ SFI മാർച്ച് നടത്തിയിരുന്നു. SFI മാർച്ച് ബാരിക്കേഡ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുകയും അതിനുശേഷം ബാരിക്കേഡിനപ്പുറത്ത് കടന്ന് രാജ്ഭവന് തൊട്ട് മുമ്പ് തന്നെ പ്രതിഷേധം അവസാനിപ്പിച്ച് അവിടെ ഇരുന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് CITU രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതായത് CPMന്റെ പോഷക സംഘടനകൾ ഓരോന്നോരോന്നായി ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് നിലവിലെ നീക്കം. അതേസമയം BJP ആകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് ABVPയും അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ V ശിവൻകുട്ടിയുടെ കാറ് ABVP പ്രവർത്തകർ തടയുകയും ചെയ്തു. ഇതോടെ മന്ത്രി V ശിവൻകുട്ടിക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ എസ്കോർട്ട് വാഹനങ്ങളോ പൈലറ്റ് വാഹനങ്ങളോ ഇല്ലാതെ പോയിരുന്ന മന്ത്രി V ശിവൻകുട്ടിക്ക് ഇപ്പോൾ നാല് വാഹനങ്ങളാണ് എസ്കോർട്ടും പൈലറ്റുമായി പോലീസ് ഒപ്പം ഉള്ളത്. എന്തായാലും ഈ വിവാദം ഈ സമീപകാലത്തും കെട്ടടങ്ങത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരതാംബ വിവാദം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതനുസരിച്ച് തന്നെയാണ് ഓരോ നീക്കങ്ങളും. കൃഷിവകുപ്പ് മന്ത്രി അന്നെടുത്ത നിലപാട്, അതായത് ലോക വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ലോക വനം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഈ വിവാദങ്ങളുടെ തുടക്കം. അന്ന് മന്ത്രി P പ്രസാദ് അവിടെ എത്തുമ്പോഴേക്കും ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ദീപം തെളിക്കുന്ന കാര്യം വന്നിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. തൊട്ടു പിന്നാലെ മന്ത്രി P പ്രസാദ് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ സമാന്തരമായ പരിപാടി സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിക്കുകയും അതിൽ ആളുകളെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ഒരു തരത്തിൽ വലിയ വിവാദമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി V ശിവൻകുട്ടി ആ പരിപാടിയിൽ
പങ്കെടുത്തുകൊണ്ട് വാക്കൌട്ട് നടത്തി പുറത്തേക്ക് പോയത്. ഇതാണ് ഗവർണറെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രോട്ടോകോൾ ലംഘനം എന്ന് തന്നെയാണ് ഗവർണർ പറഞ്ഞത്. സാധാരണഗതിയിൽ ദേശീയ ഗാനം മുഴക്കി ഗവർണർ മടങ്ങിയതിനു ശേഷമായിരിക്കും ഈ വേദിയിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോവുക. അതിൽ നിന്നും വ്യത്യസ്തമായി മന്ത്രി വി ശിവൻകുട്ടി ദേശീയ ഗാനം ആലപിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇത് വല്ലാത്ത ഗവർണറെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പോരുമായി മുന്നോട്ട് പോകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇനി ഗവർണർ പങ്കെടുക്കുന്ന സർക്കാർ തല പരിപാടികളൊന്നും തന്നെ നിലവിൽ ഇതുവരെയായും സംഘടിപ്പിച്ചിട്ടില്ല. രാജ്ഭവൻ വൃത്തങ്ങൾ ഇതുവരെയായും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയത് കൃത്യമായും ഒരു നിയമപരമായത് നോക്കുമ്പോഴേക്കും അത് പ്രോട്ടോകോൾ ലംഘനം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. സാധാരണഗതിയിൽ ഗവർണർ പങ്കെടുക്കേണ്ട ചടങ്ങിൽ നിന്നും അങ്ങനെ ഗവർണർ അനുമതിയോ ഇല്ലാതെ ആരും ഇറങ്ങിപ്പോകാറില്ല. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന പതിവുമില്ല. അതിനെല്ലാം വ്യത്യസ്തമായി വി ശിവൻകുട്ടി നടത്തിയത് ശരിയായ നടപടിക്രമം അല്ല എന്നുള്ളതാണ് ഗവർണർക്ക് വേണ്ടി രാജ്ഭവൻ അറിയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഗവർണർക്കെതിരെ സംഘടിപ്പിക്കാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. ഇതൊരു ക്യാമ്പയിനാക്കി മാറ്റിക്കൊണ്ട് സംസ്ഥാനത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ചർച്ചയാക്കാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. അതിന്റെ ഭാഗമായിട്ട് DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. CPI ആകട്ടെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസും നിശിതമായി വിമർശനവുമായി രംഗത്തുണ്ട്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത് എന്തുകൊണ്ട് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ വിളിച്ചറിയിക്കുന്നില്ല. കാരണം ഇത്തരത്തിൽ ഈ ഭാരതാംബ വിവാദം വലിയ തരത്തിൽ ഉയർന്നു പൊങ്ങിയിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. നേരിട്ട് ഗവർണറോട് തന്റെ പ്രതിഷേധം അറിയിക്കണമായിരുന്നു. അങ്ങനെ രാജ്ഭവൻ ഒരിക്കൽ പോലും ഒരു ഈ RSS പോലുള്ള സംഘടനയുടെ അവരുടെ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുന്ന നടപടിയോട് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് തന്നെയാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പല ആവർത്തിയായിട്ട് ഇപ്പോൾ വീണ്ടും വിവാദത്തിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുക തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു D ബിനോയ്. ഇപ്പോൾ വിശാഖപട്ടണത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ